ഹായ് ഹലോ. ഈ 2 ചിന്തകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ ചിന്തകൾ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി താഴേക്ക് വരാനും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം തകരാറിലാവാനും ചാൻസ് വളരെ കൂടുതലാണ്. മാനിഫെസ്റ്റേഷൻ എപ്പോഴും വർക്കായിട്ടുള്ളത് ഒരു ക്ലാരിറ്റിയുടെ ബേസിസിലാണ്. എപ്പോഴും നോക്കിയാലും ഒരു ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾക്കാണ് എപ്പോഴും മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുള്ളത്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് മാനിഫെസ്റ്റഡ് ആവുന്നില്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തരം, നിങ്ങൾ ആ കാര്യത്തിനുള്ള കറക്റ്റ് ക്ലാരിറ്റി കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. പലർക്കും ഈ 2 കാര്യങ്ങളാണ് പലരും ചിന്തിക്കുന്നത്. ഒന്നാമത്തെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ സംഭവിക്കും? നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ, എപ്പോഴ് എന്നുള്ള 2 ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങളതിൻ്റെ റിയലായിട്ടുള്ള ആക്ഷൻ എടുക്കാതെ നിങ്ങളതിനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി ഇങ്ങനെ മുന്നിലേക്ക് പോകും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇതൊന്നും നടക്കാതെ, നിങ്ങൾക്ക് മുന്നിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളതൊന്നും തിരിച്ചറിയാതെ നിങ്ങളിങ്ങനെ മുന്നിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നതല്ലാതെ ഇതിനകത്തൊരു പ്രോഗ്രസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടാമത്തെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് എപ്പോഴും നടക്കും, നിങ്ങൾക്ക് ഈ ഒരു ദിവസം വേണം, ഈ ഒരു സമയത്ത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള പിടിവാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ 2 ചിന്തകൾ നിങ്ങൾ അപ്പാടെ എടുത്ത് കളയണം. ഇങ്ങനെ 2 ചിന്തകൾ എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എനർജിയായിട്ട് അലൈൻഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളൊരു റേഡിയോ ഫ്രീക്വൻസി, ഒരു 98.3 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ട്യൂൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 98.3 എന്നുള്ളതിൽ 98 മാത്രം ട്യൂൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വോളിയം ജസ്റ്റ് ഒന്ന് റഫായിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും പൂർണ്ണമായിട്ടും ക്ലാരിറ്റിയോട് കൂടി ആ ഒരു റേഡിയോ ട്യൂണിങ് ഫ്രീക്വൻസിയിലേക്ക് എത്തിയാൽ മാത്രമാണ് ശരിക്കുമുള്ള ആ ഒരു സോങ്, അല്ലെങ്കിൽ ആ റേഡിയോയിൽ എന്താണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നതെന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. ഇത് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസിയെ തകരാറിലാക്കുന്ന, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള 2 ചിന്തകൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ ജേണിയിൽ നിങ്ങൾ ഇത് 2ഉം എടുത്തു കളയേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ നടക്കും എന്നുള്ളൊരു ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എപ്പോഴും നടക്കും എന്നുള്ള ചിന്ത. ഇത് 2ഉം നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരുടെ ലൈഫിലും മാജിക് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ.